എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് ഞങ്ങൾ പറഞ്ഞല്ലോ. ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ വിശ്വാസത്തില് ഞങ്ങളെ കല്യാണം കഴിച്ചു. ഇനി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അല്ല, അതൊന്നും അല്ല കാര്യം. നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കണമായിരുന്നെങ്കിൽ അതെന്നേ ചെയ്യായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്യാതെ ഈ സമയത്ത് തന്നെ കല്യാണം കഴിച്ചിട്ട് അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു എന്നൊരു കാരണം പറയുന്നതിന് പിന്നിൽ വേറെന്തോ ലക്ഷ്യമുണ്ട്. അതെ, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലായി കാണുമല്ലോ. മഹാദേവൻ അങ്കിളാണ് കിരണിന്റെ അച്ഛനെന്ന് തെളിയിച്ച് കിരണിന് കിട്ടേണ്ട അവകാശം വാങ്ങിക്കൊടുക്കണം. അതിനാ ഞങ്ങൾ വന്നത്. ചേച്ചിക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. അതാ ഇങ്ങനെ ചെയ്തത്. നിങ്ങളെ സ്നേഹിച്ച് കൂടെ നിർത്തിയനല്ലേ എനിക്ക് ശിക്ഷ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാന്ന് ചേച്ചി പലതവണ പല രീതിയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെന്താ ഇപ്പൊ മാറ്റി പറയുന്നത്? നിങ്ങളെ സഹായിക്കാന്നും എന്താവശ്യം വന്നാലും പറയണമെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് അതിനുവേണ്ടി അല്ല. നിങ്ങളുടെ ഉദ്ദേശം വേറെയാ. എന്താ കിരൺ, ഇളന്തോന്നും മിണ്ടാത്തെ? എന്റെ സഹോദരനെ പോലെയല്ലേ കിരണിനെ ഞാൻ കണ്ടത്. എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു കിരൺ? സഹോദരനെ പോലെ നല്ല ചേച്ചി, ഞാൻ ചേച്ചിയുടെ അനുജൻ തന്നെയാ. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഒരനാഥനായി ഞാൻ ഇത്രയും വർഷം ജീവിച്ചു. ഇനി എനിക്ക് വയ്യ. അച്ഛനും സഹോദരങ്ങളും കൺമുന്നിൽ തന്നെ ഉള്ളപ്പോ ഇനി ഒരു അനാഥനായി ജീവിക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ ആരെ ഉപദ്രവിക്കണമെന്ന് എനിക്കില്ല. നിങ്ങളുടെ സ്വത്തോ പണമോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഒരു അഡ്രസ്സാ, എന്റെ അച്ഛന്റെ അഡ്രസ്. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ചെറിയച്ഛനാണ് നിന്റെ അച്ഛനെന്നുള്ളതിന് എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? തെളിവൊന്നും ഇല്ലെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അത് തെളിയിക്കാൻ തന്നെ ഞങ്ങൾ വന്നത്. അതെ ചേച്ചി, എന്റെ അച്ഛൻ ഇന്ദ്രപ്രസ്ഥത്തിൽ മഹാദേവൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങളത് അംഗീകരിക്കുന്നില്ലേ? എനിക്കത് തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ എനിക്ക് വേണ്ടത് എന്റെ അച്ഛൻ എന്നെ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് മകനായി അംഗീകരിക്കുന്നതാ. പുറത്തെവിടെയെങ്കിലും വെച്ച് അങ്കിളിനെ കണ്ട് സംസാരിക്കാന്ന് വെച്ചാ അത് പ്രശ്നമാകും. അതുകൊണ്ടാ ഇവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാന്ന് കരുതിയത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ രണ്ടുപേരെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല.